Okay, welcome back guys, welcome back to MalluDiscoveryTV and it's me Farhan bin Fazil here. ഇന്നിവിടെ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റയുടെ ലേറ്റസ്റ്റ് അല്ല, ഇൻസ്റ്റയുടെ 360 ആണ് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് ഓൾമോസ്റ്റ് 2 വീക്സായി ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു 360 ക്യാമറ ആണ്. 360 ക്യാമറ മാത്രമല്ല, ഇതൊരു മോഡുലാർ ഡിസൈനാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 360 ക്യാമറയാണിത്. ഈ കാണുന്നത് 360 ക്യാമറയാണ് കേട്ടോ, രണ്ട് സൈഡിലും ക്യാമറ. അത് മാറ്റി നമുക്ക് ഗോപ്രോ സ്റ്റൈലിൽ കൊണ്ടുവരാം. ഇത് 4K, അത് ഫ്രണ്ടിൽ മാത്രമുള്ള ക്യാമറയാണ്, ഒരു ഹീറോ മോഡ് എന്ന് പറയാം. അത് നമുക്ക് ഈ ഒരു മദർ ബോർഡിലേക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ സിസ്റ്റം എന്താണ് ഇതിന് പറയുന്നത് അറിയില്ല, അതിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് അത് സാധാ ഗോപ്രോ സ്റ്റൈൽ ക്യാമറ ആക്കിയും യൂസ് ചെയ്യാം. ഒരു മൾട്ടി പർപ്പസ് ക്യാമറ, ഒരു ഓൾ ഇൻ വൺ ക്യാമറ. ഇപ്പോൾ 360 മാറി, സാധാ നമ്മൾ ഗോപ്രോ സ്റ്റൈലായി മാറി. ഇത് ബോഡി വാട്ടർ പ്രൂഫാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി പേടിക്കാതെ വാട്ടർ പ്രൂഫായി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സെറ്റിങ്സ് ഉള്ള ഒരു ക്യാമറ, എൻ്റെ ഒരു ഡ്രീം ക്യാമറയും കൂടിയാണ് ഞാൻ എടുത്തിപ്പോൾ ഓൾമോസ്റ്റ് 2 വീക്സായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ പ്ലസ് അൺബോക്സിങ്ങും കൂടി ഈ വീഡിയോയിൽ കവർ ചെയ്യും. അൺബോക്സിങ്ങിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ സൈസ് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. അതേപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററി. ഇത് ബാറ്ററിയും കൂടിയാണ്. അത് കൂടാതെ ഇതൊരു ബേസും കൂടിയാണ് ഇതിൻ്റെ താഴെ വരുന്ന ക്യാമറൻ്റെ. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല മോനെ. അതേപോലെ ഇതിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ USB പോർട്ട് വരുന്നത്. USB Type C ആണ്. അതേപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും ഇതിൻ്റെ ഈ സൈഡിൽ തന്നെയാണ് വരുന്നത്. അത്രേ ഉള്ളൂ ഇതിൻ്റെ കണക്ടിവിറ്റി. അതായത് ജസ്റ്റ് ഒരു മെമ്മറി കാർഡും USB സ്ലോട്ടും. പിന്നെ ഇതിൻ്റെ റെക്കോർഡ് ബട്ടൺ മുകളിലാണ് വരുന്നത്. അതേപോലെ തന്നെ പവർ ബട്ടൺ അല്ലേ? യെസ്, പവർ ബട്ടൺ. ഇതിൻ്റെ മറു സൈഡ് വരുന്നത് ഇതിൻ്റെ കണക്ടിവിറ്റിയാണ്. അത് ഇവിടെയാണ് ഇതിൻ്റെ ലെൻസ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇത് ഹീറോ മോഡ് ലെൻസാണ്, 4K. അതേപോലെ തന്നെ ഇത് 360 ലെൻസാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു 1 ഇഞ്ച് ലെൻസും കൂടി വരുന്നുണ്ട്. ഞാനത് പർച്ചേസ് ചെയ്തിട്ടില്ല. ഇത് രണ്ടും കൂടാതെ നമുക്ക് മറ്റൊരു സംഭവം കൂടിയുണ്ട്. നമ്മൾ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേൻ്റെ സൈഡിൽ നമ്മൾക്ക് ഈ ക്യാമറ ഇടാം. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ കണ്ടുകൊണ്ട് വ്ളോഗ് ചെയ്യാം. അല്ലാണ്ട് ബാക്ക് സൈഡാവുകയാണെങ്കിൽ ഇതിങ്ങനെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഏതൊരു ആംഗിൾ നോക്കുമ്പം ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ സാമ്പിൾസ് കാണാം, അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാം, 360 വീഡിയോസ് കാണാം. ഇതും കൊണ്ട് ഞാൻ ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അതായത് വയനാട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഫുട്ടേജസൊക്കെ കംപ്ലീറ്റ്ലി, അതായത് 2 ഡേ ട്രിപ്പ് കംപ്ലീറ്റ്ലി ഞാൻ ഈ ഒരു ക്യാമറയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാമ്പിളൊക്കെ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇതാണ് ഇൻസ്റ്റ 360 1R ബോക്സ് വരുന്നത്. ഇത് ട്വിൻ എഡിഷനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ട്വിൻ എഡിഷൻ എന്ന് വെച്ചാൽ ബോക്സിൽ തന്നെ 360 ലെൻസും വരുന്നുണ്ട്, അതുപോലെ തന്നെ 4K വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഞാനിതെടുത്തത് ആമസോണിൽ നിന്ന് 40,000-നാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4K വൈഡ് ആംഗിൾ ലെൻസാണ്. നമുക്ക് ഇത് ഈ ഒരു മദർ ബോർഡിൽ നിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ബോർഡിൽ നിന്നും അയച്ചു മാറ്റി ഇതിലേക്ക് തന്നെ നമുക്ക് 360 ലെൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. 1.3 ഇഞ്ചസാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. ടച്ച് ഡിസ്പ്ലേ ആണ്. അതുപോലെ താഴ്വശത്തായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി ഡോക്ക് വരുന്നത്. അതുപോലെ ടോപ്പ് വശത്താണ് പവർ ബട്ടണും അതുപോലെ തന്നെ ക്യാപ്ചർ ബട്ടണും വരുന്നത്. ഇതാണ് ഇതിൻ്റെ ക്യാമറ ലെൻസ് കണക്റ്റേഴ്സ്. ഇനി നമ്മൾക്ക് 360 ലെൻസ് ഒന്ന് കണ്ടുവരാം. 360 ലെൻസ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇതിൻ്റെ ക്യാമറ ഇത്തിരി പുറത്തേക്ക് ബൾജഡ് ആയിട്ടാണ്. അതുകൊണ്ട് നിലത്തൊക്കെ വെക്കുമ്പോൾ സ്ക്രാച്ച് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു 360 ലെൻസും. അതായത് ഇതിൻ്റെ ഇരുവശവും ക്യാമറയാണ്. സൂപ്പർ വൈഡ് ആംഗിൾ ലെൻസാണ് കൊടുത്തിട്ടുള്ളത്. അത് 2 വശം റെക്കോർഡ് ആയതിനു ശേഷം അത് നമുക്ക് സ്റ്റിച്ചായിട്ടാണ് വരിക. അങ്ങനെയാണ് ഒരു 360 വീഡിയോ ഉണ്ടാകുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് തിങ് ആണ്, അതായത് ക്യാമറ നമ്മൾക്ക് ഏതൊരു ആംഗിളിൽ വെച്ചും നമ്മൾക്ക് ഇതിൽ ഘടിപ്പിക്കാം. അതായത് നിങ്ങൾ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ സ്ക്രീന് നിങ്ങളെ ഫ്രണ്ട് ഫേസിങ് ആയിട്ട് നിങ്ങൾക്ക് ഘടിപ്പിക്കാം. ഈ കാണുന്നതാണ് 1190 mAh ഉള്ള ഇതിൻ്റെ ബാറ്ററി. ഈ ബാറ്ററി ഫുൾ ചാർജ് ആകാൻ ഏകദേശം 65 മിനിറ്റ്സാണ് എടുക്കുന്നത്. ഈ ഒരു ബാറ്ററിയും കൂടി കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പൂർണ്ണമായ രൂപം ഉണ്ടാവുകയുള്ളൂ. അതോടെ നമുക്ക് ക്യാമറ ഓൺ ചെയ്യാം. ഈ സൈഡിൽ കാണുന്നതാണ് USB Type C പോർട്ടും അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടും. മൈക്രോ SD കാർഡാണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക. Type C കേബിളാണ് കൂടെ ബോക്സിൽ കിട്ടിയിട്ടുള്ളത്. ചാർജിങ് അഡാപ്റ്റർ ഒന്നും കൂടെ കിട്ടിയിട്ടില്ല. നിങ്ങൾ സാധാ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ അഡാപ്റ്റർ ഇതിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു 1/4 ഇഞ്ച് സ്ക്രൂ ആണ് കിട്ടിയിട്ടുള്ളത്.
ഈ 360 ലെൻസ് ഇത്തിരി ഫ്രാജൈൽ ആയതുകൊണ്ടും അതുപോലെ തന്നെ സ്ക്രാച്ച് ആവാൻ ചാൻസ് കൂടുതലുള്ളതുകൊണ്ടും ഒരു അടിപൊളി പ്രൊട്ടക്ടറും കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ 360 ലെൻസ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഗോപ്രോയിൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം ആക്സസറീസ് നമുക്ക് ഇതിലും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഈ ലെൻസസൊക്കെ ഇളക്കി മാറ്റാവുന്നത് കൊണ്ട് അത് ഇളകി മാറാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് ഒരു അടിപൊളി കേസും കൂടി ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേസ് യൂസ് ചെയ്തിട്ട് കൊണ്ട് മാത്രമേ നിങ്ങൾ അണ്ടർ വാട്ടർ ഫുട്ടേജൊക്കെ എടുക്കാവൂ. കാരണം പെർഫെക്റ്റ്ലി വാട്ടർ പ്രൂഫ് ആകുന്നത് ഈ ഒരു കേസിൽ ക്യാമറ ഇട്ടതിന് ശേഷമാണ്. കേസിൻ്റെ വാട്ടർ പ്രൂഫ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് അപ് ടു 5 മീറ്റേഴ്സ് ആണ് ഡെപ്ത് വരുന്നത്. അതായത് എക്സ്ട്രാ നിങ്ങൾ 60 മീറ്റർ വരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു ഡൈവ് കേസ് നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങാവുന്നതാണ്. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് 5 മീറ്റർ വരെ പെർഫെക്റ്റ്ലി അണ്ടർ വാട്ടർ ഫുട്ടേജ് എടുക്കാവുന്നതാണ്. നിങ്ങൾ കാണുന്നത് ഗോപ്രോ ഹീറോ 9ൻ്റെ ബാറ്ററിയും അതുപോലെ തന്നെ ഇൻസ്റ്റ 360 1R ബാറ്ററിയുടെ ഒരു കമ്പാരിസനാണ്. അതുപോലെ തന്നെ 9ഉം അതായത് ഗോപ്രോ ഹീറോ 9ഉം ഇൻസ്റ്റ 360 1Rഉം നമുക്ക് സൈഡ് ബൈ സൈഡ് നോക്കുമ്പോൾ ഏകദേശം സിമിലർ ഡിസൈൻ പോലെ നിങ്ങൾക്ക് തോന്നാം. ഗോപ്രോ ഹീറോ 9ൻ്റെ ഒരു റിവ്യൂ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. കമ്പാരിറ്റീവ്ലി സൈസസൊക്കെ വളരെ സിമിലറാണ്. പക്ഷേ ഗോപ്രോ ഹീറോ 9 ഒരു 360 ക്യാമറ അല്ല. സോ നമുക്ക് അതിൻ്റെ റിവ്യൂ അടുത്തതായി കാണാം. ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഒന്ന് 360 ലെൻസാണ്, മറ്റൊന്ന് 360 അല്ല. അതുകൊണ്ട് കമ്പാരിസൺ ഒരിക്കലും പെർഫോമൻസിലും അതിൻ്റെ ഫീച്ചേഴ്സിലും എനിക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇൻ ബോഡി അല്ലെങ്കിൽ നിങ്ങളെ ആ ഷേപ്പ് അല്ലെങ്കിൽ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിഫറൻസ് ആണുള്ളത്. അതായത് ഗോപ്രോ ഹീറോ 9 ബോഡി ഇല്ല, അതായത് കേസ് ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇൻസ്റ്റ 360 1R നമുക്ക് കേസ് നിർബന്ധമാണ്. അതായത് ട്രൈപോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആക്സസറീസ് കണക്ട് ചെയ്യണമെങ്കിൽ കേസിയുടെ നിർബന്ധമാണ്. കേസ് ഇല്ലാതെ നോക്കുവാണെങ്കിൽ ഏകദേശം സിമിലർ സൈസാണ് വരുന്നത്. മറ്റൊരു എക്സ്ട്രാ ആക്സസറീസ് ആണ്, അതായത് ഇൻ ദി ബോക്സ് വരുന്നതല്ല, നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടതാണ്. അതായത് ഒരു ബുള്ളറ്റ് ടൈം സെൽഫി സ്റ്റിക്ക് എന്ന് പറയും. ഇതൊരു കോംബോ എഡിഷനാണ്. അതായത് ഈ താഴ്ഭാഗത്തെ ഈ ബേസ് ഇതൊരു റോട്ടറി ഹെഡാണ് ഇതിലുള്ളത്. അതായത് 2 1/4 ഇഞ്ച് സ്ക്രൂ കാണാം. അതേപോലെ തന്നെ താഴെ ഒരു ട്രൈപോഡും കാണാം. ഇത് നമ്മൾക്ക് സിംഗിളായിട്ട് ഒരു സെൽഫി സ്റ്റിക്ക് മാത്രമായിട്ടും നമ്മൾക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേ ബണ്ടിലായിട്ട് വാങ്ങുമ്പോഴാണ് ലാഭം. ഞാൻ പ്രൈസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. അതായത് ഇൻസ്റ്റ ഓൾ ഇൻ വൺ മൾട്ടി ഫങ്ഷണൽ ബുള്ളറ്റ് ടൈം ബണ്ടിൽ വാങ്ങുകയാണെങ്കിൽ 5899. ഇത്തിരി ഓവർ പ്രൈസ്ഡ് തന്നെയാണ്. പക്ഷേ ഇത് 5900 കിട്ടും. പക്ഷേ നിങ്ങൾ സെൽഫി സ്റ്റിക്ക് തന്നിച്ച് സിംഗിളായിട്ട് വാങ്ങുകയാണെങ്കിൽ 2900 ആവും. ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ഓവർ പ്രൈസ്ഡ് തന്നെയാണ്. പക്ഷേ ഈ ഒരു സെൽഫി സ്റ്റിക്ക് ഇല്ലാതെ ഈ ഒരു ഇൻസ്റ്റ 360 ക്യാമറ ഒന്നും തന്നെയല്ല. അപ്പോൾ ഇതൊരു മസ്റ്റ് ബൈ സാധനം തന്നെയാണ്. ഇതൊരു മെറ്റൽ ബിൽഡാണ്, സൂപ്പർ ക്വാളിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് ബുള്ളറ്റ് ടൈം വീഡിയോ എടുക്കണമെങ്കിൽ ബുള്ളറ്റ് ടൈം എന്താണെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റിനായി ഇടുന്നുണ്ട്. അതായത് ക്യാമറ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സൈഡ് മൗണ്ടഡ് 1/4 ഇഞ്ച് സ്ക്രൂവിൽ നമ്മൾ സെൽഫി സ്റ്റിക്ക് ഘടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ഹാൻഡിൽ യൂസ് ചെയ്ത് നമ്മളെ മാൻ പവറിൽ കറക്കേണ്ടതാണ്. ആ വീഡിയോ സാമ്പിൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു എടുത്ത് പറയേണ്ട ഫീച്ചർ ഇതിൻ്റെ കണക്റ്റിവിറ്റിയാണ്. അതായത് നമുക്ക് വൈഫൈ യൂസ് ചെയ്ത് ഫോണിൽ ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് ഇൻസ്റ്റ 360 എടുത്ത എല്ലാ വീഡിയോ സാമ്പിൾസും ഫോട്ടോ സാമ്പിൾസും ഇൻസ്റ്റൻ്റായിട്ട് മൊബൈലിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് റീഫ്രെയിം ചെയ്ത് ഫോട്ടോ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് വേണ്ട ദിശയിലേക്ക് നമുക്ക് തിരിച്ചും മറിച്ചും നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമുക്ക് എഡിറ്റ് ചെയ്യുന്നതാണ്. സിമ്പിൾ ടാസ്ക് തന്നെയാണിത്. നിങ്ങൾക്കിത് യൂസ് ചെയ്യണമെങ്കിൽ യാതൊരു എഡിറ്റിംഗ് എക്സ്പീരിയൻസോ ഒന്നും തന്നെ വേണമെന്നില്ല. നമ്മൾ അതേപോലെ ക്യാമറ ഏത് ദിശയിൽ പിടിക്കുന്നു എന്നൊരു ടെൻഷൻ വേണ്ട. നമ്മൾ ക്യാമറയുടെ ഫ്രെയിമിൻ്റെ അകത്തുണ്ടോ എന്നൊരു ടെൻഷൻ വേണ്ട. കാരണം ഇതൊരു 360 ലെൻസാണ്. നിങ്ങൾ എങ്ങോട്ട് ക്യാമറ പിടിച്ചോ എങ്ങനെ പിടിച്ചോ ഡസൻറ്റ് മാറ്റർ. നമ്മളെ ഫ്രെയിമിൽ നമ്മൾ ടോട്ടലി കവേർഡാണ്. നമ്മളെ പിൻവശം, താഴ്വശം, മുകൾ വശം, ലെഫ്റ്റ് റൈറ്റ് എല്ലാം. അപ്പോൾ നമ്മൾ ഒരിക്കൽ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾക്ക് ഏത് ദിശയിലേക്കാണോ വീഡിയോ വേണ്ടത് ആ ദിശയിലേക്ക് നമുക്ക് റീഫ്രെയിം ചെയ്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ തന്നെയാണ്. ഒരു വ്യത്യസ്ത എക്സ്പീരിയൻസ് തന്നെയാണ്. മറ്റൊന്ന് മൈ സ്റ്റോറി ലൈബ്രറീസ് എന്നൊരു ലൈബ്രറി നിങ്ങളെ ഇൻസ്റ്റ 360 1Rയുടെ ആപ്പിൽ കാണാം. ഇതിൽ ഒരുപാട് പ്രീ അപ്ലൈഡ് തീംസ് ഉണ്ടാവും. അതായത് നിങ്ങളെ വീഡിയോ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി റീഫ്രെയിമിങ്, എഡിറ്റിംഗ്, മ്യൂസിക് ആഡ് ചെയ്യലൊക്കെ ആപ്പ് തന്നെ ചെയ്തോളും. അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ, എങ്ങനെ വീഡിയോ എടുക്കാൻ അറിയില്ലെങ്കിൽ ആ ആപ്പിൽ തന്നെ ട്യൂട്ടോറിയൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ ക്യാമറ വാങ്ങിയതിന് ശേഷം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ട്യൂട്ടോറിയൽ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പ് തന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പുറത്തേക്ക് നൽകും. അതായത് നിങ്ങൾക്ക് ഒരു എഡിറ്റിംഗ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങളെ വീഡിയോ സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് ഈ ആപ്പ് നിങ്ങൾക്ക് നൽകും. ജസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ ക്യാമറയുടെ ഒരുപാട് ട്രിക്സൊക്കെ ഈ ഒരു ലൈബ്രറിയിൽ പ്രീ അവൈലബിൾ ആണ്.
അതായത് ഒരുപാട് ക്രിയേറ്റേഴ്സൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ ട്രിക്സ് നമ്മൾക്ക് ഈ ഒരു ക്യാമറ കൊണ്ട് ചെയ്യാൻ പറ്റും അവരുടെ ട്യൂട്ടോറിയൽസ് ഇതിൽ അപ്ലോഡഡ് ആണ്. അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഒരു അടിപൊളി കമ്മ്യൂണിറ്റി തന്നെ 360 നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് വളരെ വളരെ അപ്ഡേറ്റഡ് ആയ ഒരു ലൈബ്രറി തന്നെയാണ്. അതായത് ഓരോ അപ്ഡേറ്റിലും ഓരോ ദിവസവും പുതിയ പുതിയ ഫീച്ചേഴ്സാണ് ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. മറ്റൊരു അടിപൊളി ഫീച്ചറാണ് ബുള്ളറ്റ് ടൈം. ഇതിന് ആ സെൽഫി സ്റ്റിക്ക് നിർബന്ധമാണ്. നമ്മൾ തലമുകളിൽ ക്യാമറ പിടിച്ച് കറക്കുക, അതിനുശേഷം ഇത് ഔട്ട്പുട്ട് ഞാൻ കാണിച്ചുതരാം. ഒരു ക്വിക്ക് റെസൊല്യൂഷൻ സ്പെക് ഷീറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വീഡിയോ റെസൊല്യൂഷൻ ഡുവൽ ലെൻസിൽ 5.7K ആണ് വരുന്നത്. 4K ലെൻസിൽ മാക്സിമം 4K ആണ്. മാക്സിമം ഫ്രെയിം പെർ സെക്കൻഡ് 1080 പിക്സൽ 200 ഫ്രെയിം പെർ സെക്കൻഡ് വരെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് സാമ്പിൾസ് കാണാം. ഇതിൻ്റെ ഓരോ മോഡ്സും അതുപോലെ തന്നെ ഫീച്ചേഴ്സും കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡോളി സൂം. അങ്ങനെ ഈ ഒരു വീഡിയോ 30 മിനിറ്റ് 1 മണിക്കൂർ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ സാമ്പിൾസൊക്കെ നിങ്ങൾക്ക് കാണിച്ച് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതുകൂടാതെ ഈ ഒരു സെൽഫി സ്റ്റിക്ക് ഇൻവിസിബിൾ ആണ്. നിങ്ങളെ കയ്യിൽ ആ സ്റ്റിക്ക് ഒരിക്കലും കാണുകയില്ല. ഒരു മാജിക് ഫീച്ചർ തന്നെ എന്ന് പറയാം. ഒരു ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് എന്താല്ലേ. കൂടുതൽ സമയം ഞാൻ ഒരു 360 മോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ 4K മോഡിൻ്റെ കുറച്ച് വീഡിയോ സാമ്പിൾസും കാണിച്ചു തരാം. 360 മോഡിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇതിൻ്റെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്കും അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈനി പ്ലാനറ്റ് എഫക്റ്റും ഒരു കിടിലം ഫീച്ചർ തന്നെയാണ്. ഇനി നമ്മൾക്ക് 360 മാറ്റിവെച്ച് 4Kയിൽ കാണാം. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു ട്രക്കിംഗ് പ്ലേസ് ആണ്. അതേപോലെ തന്നെ വാട്ടർഫോളൊക്കെ ഉണ്ട് അവിടെ. അല്ലോ ഇത് വ്ലോഗ് ചെയ്യുന്ന ആളെ സമ്മതിക്കണം അല്ലേ. ഇത് നോക്കിയിട്ട് പറയണ്ടേ, നമ്മൾക്ക് പറഞ്ഞ പരിപാടിയല്ല. എന്നാ സിമ്പിളായിട്ട് ചെയ്. എന്നാ വ്ലോഗ് ചെയ്യുമ്പത്തെ വ്ലോഗ് ചെയ്യടാ. ഇപ്പൊ മൂടില്ല, പിന്നെ എപ്പോ ചെയ്യുന്നേ? ഓ ശരി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4K ലെൻസിലാണ്. 360 ലെൻസിൻ്റെ ഫുട്ടേജ് അല്ല. 4K നോക്കുകയാണെങ്കിലും ഒരു നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും എൻ്റെ ഫേവറേറ്റ് ലെൻസ് 360 തന്നെയാണ്. കാരണം ക്യാമറ ശ്രദ്ധിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾക്ക് നമ്മളെ ഡ്യൂട്ടി ചെയ്യാം. ക്യാമറ എന്തായാലും എല്ലാ ഡിഗ്രിയും കവർ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു സെൽഫി സ്റ്റിക്ക് ആണെങ്കിലും ഇൻവിസിബിളുമാണ്. അടിപൊളി, നമുക്ക് വ്ലോഗ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ ഉള്ളൊരു ഫീല് തന്നെ എനിക്കില്ല. വെള്ളത്തിൻ്റെ അടിയിൽ 360യും അതുപോലെ തന്നെ 4K ലെൻസും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് ഡീപ്പ് ട്രാക്കിംഗ്. നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ചുറ്റും ഒരു സ്ക്വയർ വരച്ചു കൊടുത്ത് അത് ട്രാക്ക് ചെയ്യാം. അപ്പോൾ ക്യാമറ മൂവ് ചെയ്യാതെ തന്നെ ആ ഒരു ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലി വീഡിയോയിൽ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. അത് സെൻറ്ററിൽ തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ട്രാക്കിങ്ങിൻ്റെ വീഡിയോ സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിക്കാം. അതായത് ആ ഒരു ഒബ്ജക്റ്റ് നടുവിൽ തന്നെ, സ്ക്രീനിൻ്റെ നടുവിൽ തന്നെ മാറാതെ ട്രാക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ. എന്നാൽ ബിഹൈൻഡ് ദ സീൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു വീഡിയോ എങ്ങനെ എടുത്തെന്ന് നിങ്ങൾ കാണിച്ചു തരാം. അതായത് ക്യാമറ നടുവിൽ വെച്ച് അതിൻ്റെ ട്രൈപോഡിൽ ഘടിപ്പിച്ച് അതിൻ്റെ ചുറ്റും ഈ ചെറിയ ഡ്രോൺ പറപ്പിച്ചാണ് ആ ഒരു വീഡിയോ സാമ്പിൾ ഞാൻ എടുത്തത്. അങ്ങനെ ഒരുപാട് സാമ്പിൾസ് കാണിച്ചു, ട്രിക്സ് കാണിച്ചു, ഇതിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കാണിച്ചു, ഫോട്ടോ സാമ്പിൾസ് കാണിച്ചു. എന്നിട്ടും തീരുന്നില്ല, ഇനിയുമുണ്ട് ഒത്തിരി ഫീച്ചേഴ്സ്. അപ്പോൾ വീഡിയോ ഇത്തിരി ലെങ്ത് ആയിപ്പോയതിന് ക്ഷമിക്കണം. കാരണം അത്രയും ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്ത് 360 ഡിഗ്രിയിലെടുത്ത ഒരു വീഡിയോ ആണ്. ഇതിന് ആപ്പിൽ തന്നെ, അതായത് മൊബൈൽ ആപ്പിൽ തന്നെ റീഫ്രെയിം ചെയ്ത് എഡിറ്റ് ചെയ്തതാണ്. അതേപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സും കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഫ്രെയിം അവിടെ ഫ്രീസ് ചെയ്ത് പൗസ് ചെയ്തിട്ട് നമ്മൾക്ക് സ്പാൻ ചെയ്യാം. അതായത് ലെഫ്റ്റോ റൈറ്റോ എവിടെയാണെന്ന് വെച്ചാൽ നോക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. അതേപോലെ ഫോട്ടോസിലായാലും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടൈനി പ്ലാനറ്റ് എഫക്റ്റ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തികച്ചും ഫ്രീ ആണ്. അതേപോലെ എല്ലാ അടുത്ത വീഡിയോൻ്റെ അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണം ഒന്ന് അമർത്തുക. അപ്പോൾ ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ഫർഹാൻ ബിൻ ഫസിൽ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.